എന്നിട്ട് ഇവിടെ നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല സ്പീഡിൽ കറങ്ങും. എന്നിട്ട് നമ്മൾ ഈ സൂചി ഇട്ടത് വെച്ച് കൊടുത്താൽ മതി. പാട്ട് കേൾക്കാം. ഇതിന്റെ പേര് ആമത്താഴ്. ആമത്താഴ്. ഇതിന്റെ മെത്തേഡ് നമ്മൾ പൂട്ടി പൂട്ടി ഇപ്പൊ തുറക്കാൻ പറ്റത്തില്ല. തുറക്കണമെങ്കിൽ ഈ ആമയുടെ തല കണ്ട. ഗ്രാമഫോൺ ഒറിജിനലുണ്ട്. 65,000 രൂപ വില. ആര് മേടിക്കും? ചേട്ടാ കടയിൽ നിന്നും എത്ര രൂപ കുറച്ചായിരിക്കും ചേട്ടനെ സമീപിച്ചാൽ ഇത് വാങ്ങിക്കാൻ സാധിക്കും? 2-3 രൂപ, 2,000 രൂപ, 3,000 രൂപ. 3,000 രൂപ കുറച്ചൊക്കെയാണ് ചേട്ടൻ വിൽക്കുന്നത്. ഒരു ബൈക്കിൽ കേരളം മൊത്തം സഞ്ചരിച്ച് ഗ്രാമഫോണുകൾ വിൽക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. സാധാരണ കടയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ചാണ് ഈ ചേട്ടൻ ഈ ഗ്രാമഫോണൊക്കെ വിൽക്കുന്നത്. ഗ്രാമഫോൺ ഒറിജിനലുണ്ട്. 65,000 രൂപ വില. ആര് മേടിക്കും? ഈ മേഡ് ഇൻ ഇംഗ്ലണ്ടിന്റെ വലിയ കോളാമ്പി ആയിരിക്കും. 15 കിലോളം ഒരു കോളാമ്പി. പിന്നെ ഇത് ഗുജറാത്തിൽ നിന്ന് ഇപ്പം പഴയ മിഷൻ വെച്ച് ഉണ്ടാക്കി വരുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ മുതലാകത്തില്ല. ഇത് തടിയൊക്കെ വെച്ച് അവർ പഴയ മിഷനും പഴയ ഡിസ്കുവാ. അപ്പൊ ധൈര്യമായിട്ട് പാട്ട് കവിച്ച് ഇത് ഒരിക്കലും കേടാകത്തില്ല. അപ്പൊ ഈ പിച്ചളയ്ക്ക് സ്വർണ്ണത്തിന് വില കയറുമ്പോൾ പിച്ചളയ്ക്ക് വില കയറും. കോളാമ്പിക്കൊക്കെ വില കൂടി വരുന്നത്. ഇനി മുമ്പോട്ട് പോകുന്നതോറും കൂടത്തേ ഉള്ളൂ. പിന്നെ വല്ലയിടത്തും വല്ല പഴയത് കിട്ടിയാൽ നമുക്ക് പോളിഷ് ചെയ്ത് ഇങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റും. പുതിയത് മേടിക്കുന്ന കാര്യം വലിയ പാടാ. കാരണം നമുക്കത് വരുത്തണമെങ്കിൽ രൂപ അത്രയാവുന്നറിയോ. അങ്ങനെ ഒരു കേസൊക്കെ ഉണ്ട്. ശരിയാണ്. ചേട്ടാ കടയിൽ നിന്നും എത്ര രൂപ കുറച്ചായിരിക്കും ചേട്ടനെ സമീപിച്ചാൽ ഇത് വാങ്ങിക്കാൻ സാധിക്കും? 2-3 രൂപ, 2,000 രൂപ, 3,000 രൂപ. 3,000 രൂപ കുറച്ചൊക്കെയാണ് ചേട്ടൻ വിൽക്കുന്നത്. കടയിൽ ഒരിക്കലും കിട്ടത്തില്ല ഈ വില. ചേട്ടന് കടയോ കടവാടക കൊടുക്കുന്ന ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ്റെ വാഹനത്തിൽ ബൈക്കിൽ തന്നെയാണ് ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് കച്ചവടം ചെയ്യുക. അതുകൊണ്ടാണ് ഈ വില കുറച്ച് കൊടുക്കാനായിട്ട് ചേട്ടന് സാധിക്കുന്നത്. ചേട്ടൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ട് ചേട്ടൻ ഇത് തന്നെയാണ്, ഈ ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ പേര് ആമത്താഴ്. ആമത്താഴ്. ഇതിന്റെ മെത്തേഡ് നമ്മൾ പൂട്ടി ഇപ്പൊ തുറക്കാൻ പറ്റത്തില്ല. തുറക്കണമെങ്കിൽ ഈ ആമയുടെ തല കണ്ട ഇങ്ങോട്ട് മാറ്റിയാൽ മതി. ഓ, അതിന്റെ അഡീഷണൽ ഒരു സേഫ്റ്റി സിസ്റ്റം കൂടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. തുറന്നു, അടച്ചു. ഓ, അങ്ങനെ. അവിടെ പ്രസ് ചെയ്തുകൊണ്ട് അത് അൺലോക്ക് ചെയ്യാനും പറ്റും. ആമത്താഴ്. ചേട്ടാ ഈ ഗ്രാമഫോൺ ചേട്ടനാണ് നിർമ്മിച്ചതല്ല, പഴയത് എടുത്തിട്ട് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്തെടുക്കും. ചേട്ടൻ എത്ര നാളുകൊണ്ട് ചെയ്യുന്നുണ്ടാവും? 35 വർഷമായി. 35 വർഷം കൊണ്ട് ഈ ഒരു മേഖലയിലാണ്. ഇതിന്റെ എല്ലാവർക്കും ചേട്ടൻ അറിയാം കംപ്ലീറ്റ് ആയിട്ട്. ഇതെന്താണ് ചേട്ടാ? അത് പഴയ പാന് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ച് കറക്കുന്ന പാൻ. മണ്ണെണ്ണ ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് വിളക്ക് കത്തിച്ചാൽ കറങ്ങും. അതായത് ഒരു ബൈക്കിന്റെ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന അതേ മെത്തേഡ്. ചേട്ടന്റെ സ്ഥലം എവിടെയാണ്? കോട്ടയത്താണ്. കോട്ടയത്ത് ഷോപ്പായിട്ടുണ്ടോ? ഇല്ല, ഷോപ്പ് ഉണ്ടെങ്കിൽ ഇതൊക്കെ വില കൂടും. ശരിയാ. ഇതെല്ലാം പഴയ ഐറ്റംസ് കളക്ട് ചെയ്ത് പുതിയതും ഉണ്ട്. ഇതൊക്കെ പുതിയതാണ്. പുതിയതും പഴയതും ഉണ്ട്. ഗ്രാമഫോൺ ഇപ്പോഴും പുതിയതായിട്ട് നിർമ്മിക്കാൻ പറ്റുമോ? ഇല്ല, നിർമ്മിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ ഈ ഉപയോഗിക്കുന്ന ഡിസ്ക് ഒക്കെ ഉണ്ട്. ഇട്ടാണ് കൊടുക്കുന്നത്. അത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ 100 വർഷം പുറകോട്ട് പോകണം. 100 വർഷം പുറകോട്ട് പോയാൽ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിലവിലുള്ള സീഡികൾ ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഒരു അലങ്കാര വസ്തുവൊക്കെ ആയിട്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ റെക്കോർഡിങ്സ് ഒക്കെ പഴയ 100 വർഷം മുമ്പുണ്ടായിരുന്ന ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അത് ഇനി കിടക്കും. 100 വർഷം ചള്ളാകത്തില്ല, ചീത്തയാകത്തില്ല. നമുക്ക് വെള്ളത്തിയിട്ട് കഴുകിയെടുക്കാം. ക്ലീൻ ചെയ്യാൻ പറ്റും. ചേട്ടനൊന്ന് പരിചയപ്പെടുത്തുമോ? ചേട്ടന്റെ പേര്? എൻ്റെ പേര് ഹബീബ്. ഞാൻ കോട്ടയക്കാരനാണ്. കോട്ടയം. ഞാനിങ്ങനെ ബൈക്കിൽ സഞ്ചരിച്ച് യാത്ര ചെയ്ത് വിൽക്കുന്ന ആളാണ്. കേരളം മൊത്തം പോകും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് 3 മക്കള്, ഭാര്യ, ഞാൻ. ഇതെന്താണ് ചേട്ടാ? അത് ആമക്കളൊക്കെ. പക്ഷെ ഇതൊരു ലെൻസ് മെത്തേഡിൽ സൈഡ് അത് പെട്ടെന്ന് കാണാൻ വേണ്ടി. ഓ, ഇത് എത്ര ടൈം പീരീഡ് കിട്ടുക? 1 മണിക്കൂർ എടുക്കും ഇത് കംപ്ലീറ്റ് ആവാനായിട്ട്. ഇതിങ്ങനെ വെച്ചാൽ കുഴപ്പമുണ്ടോ? ഇതിന് ടൈമർ എന്നാണ് പറയുന്നത്. ഇത് 1 മണിക്കൂർ കൊണ്ട് ഇതിലെ തരികൾ, മണൽത്തരിയാണോ? മണൽത്തരികൾ താഴെ ഫില്ലാവുന്ന രീതിയിൽ 1 മണിക്കൂർ ടൈം ഡ്യൂറേഷന് വേണ്ടിയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് ഇതിൽ ഫില്ല് ചെയ്തേക്കുന്നത്. ഇത് പണ്ട് സമയം നോക്കുന്നത് ഇങ്ങനെയായിരുന്നു. ഓരോ മണിക്കൂറും ഇത് പിന്നെ 10 മണിക്കൂറിന്റെ ഉണ്ട്, 5 മണിക്കൂറിന്റെ ഉണ്ട്. ഇപ്പൊ ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഇത് നോക്കിയായിരുന്നു പണ്ടൊക്കെ. ആ ഒരു സിസ്റ്റമാണ്. അന്ന് വാച്ചില്ലല്ലോ. ശരിയാ. ഇതെന്തായിട്ടാണ്? അതിപ്പോ ഉണ്ടാക്കി വരുന്നതാണ്. ബീരങ്കിയൊക്കെ ചുമ്മാ ഷോയ്ക്ക് വെക്കാൻ വേണ്ടി. ഷോയ്ക്ക് വെക്കാനായിട്ടുള്ള. ബാക്കി ഇതൊക്കെ പഴയ മോഡൽ ക്ലോക്കുകൾ. ഇതൊക്കെ ചേട്ടൻ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണോ? അതൊക്കെ യു പിന്ന് വരുന്നത് കളക്ട് ചെയ്ത് ട്രഡീഷണൽ ഡിസൈൻസ് മാക്സിമം കളക്ട് ചെയ്ത് ചേട്ടൻ വിൽക്കാറുണ്ട്. ഈ ഒരു ഫോൺ നമ്മുടെ ഇപ്പോഴത്തെ ലാൻഡ്ലൈനിൽ കൊടുത്താൽ വിളിക്കാം. അതിന്റെ ഒരു പഴയ ട്രഡീഷണൽ ബെല്ലും കാര്യങ്ങളും. നല്ല ശബ്ദം ഉണ്ടാവുമല്ലോ.
വലിയ ബെല്ലിൻ്റെതാ വെച്ചേക്കുന്നത്. അത് കോമ്പസ് വാച്ച്. കോമ്പസ് വാച്ച്. കോമ്പസ് ഉണ്ട് അടിയിൽ. അടിയിൽ കോമ്പസ് ഉണ്ട്. ഈ ബൈനോക്കുലർ ഒക്കെ ചേട്ടൻ റിപ്പയർ ചെയ്യും? കുഞ്ഞു ബൈനോക്കുലർ കേടാകത്തില്ലോ? അതൊന്നും കേടാവത്തില്ല. പഴയ ഐറ്റംസ് ഒന്നും. ഇതിന്റെ ഡിസ്ക് ഇടുന്ന മെത്തേഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കണ്ടോ? എന്നിട്ട് നമ്മളിവിടെ ഓൺ ആക്കിയിട്ട് ഇത് കറങ്ങും. അവിടെ ഒരു സൂചി പിടിപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. സൂചി വെച്ചിട്ടില്ല, അന്നേരം പാട്ട് വരും. ഇതിനുള്ളിൽ ബാറ്ററി യൂണിറ്റ് ഉണ്ടാവും? ഒന്നുമില്ല, ഇത് മിഷ്യൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നേരത്തെ വൈൻഡിങ് ഉണ്ടായിരുന്നു. അല്ലെ ലിവർ ഉണ്ട്, ലിവർ ഇട്ട് കറക്കും. ലിവർ കറക്കിയിട്ട് ലിവർ കണ്ടോ? പ്രഷർ കൊടുക്കും. കണ്ടോ അപ്പുറത്ത്? അപ്പുറ സൈഡിൽ ലിവർ ഉണ്ട്. ലിവർ കറക്കും. ഇത് കറക്കുമ്പോഴത്തേക്ക് അതിനുള്ളിൽ സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ് ടൈറ്റ് ആയിട്ട് ലൂസ് ആകുമ്പോഴാണ് പാട്ട്. അത് എത്ര സമയം കിട്ടുമായിരിക്കും മാക്സിമം? ഒരു പാട്ട്, ഒരു ഡിസ്കിൽ ഒരു പാട്ട് അത് തീരും. അത് തീരുന്നവരെ ഇത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കറക്കിയിട്ട് സ്പ്രിംഗ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. താല്പര്യമുള്ളവർക്ക് ഇത് ചേട്ടൻ്റെ നിന്ന് മേടിക്കണമെങ്കിൽ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടുത്തിയ പ്രശ്നം? നമ്പർ വിളിച്ചാൽ പോലെ ഇത് എപ്പോഴും കാണത്തില്ല. ഞാൻ കേരളം മൊത്തം കറങ്ങുന്നുണ്ട്. അവർ തന്നെ കണ്ടുപിടിക്കാനും പാടും. വരുമ്പം സാമ്പത്തികം ഉണ്ടെങ്കിൽ അവർ മേടിച്ചോണ്ട് പോകും. എനിക്ക് ഫോൺ നമ്പർ കൊടുക്കും. ഞാൻ ചോദിച്ചാൽ കൊടുത്തേക്കും. അപ്പോൾ അവർ ചിലപ്പോൾ കോട്ടയത്ത് വരും. കൊണ്ടേ കൊടുക്കും. കോട്ടയത്ത് ഞായറാഴ്ച ഉണ്ടാവും? ഞായറാഴ്ച ഉണ്ടാവും. ചേട്ടൻ സാധാരണ കോട്ടയത്താണ് ഞായറാഴ്ച ഉണ്ടാവാറ്. അല്ലാത്ത ദിവസങ്ങളിൽ കേരളം മൊത്തം സഞ്ചരിച്ച് ഇങ്ങനെ വഴിയോരത്ത് അത്യാവശ്യം ബൈക്കിൽ തന്നെ ഒരു കട പോലെ സെറ്റ് ചെയ്ത് കച്ചവടം ചെയ്യുകയാണ് ചെയ്യുക. ചേട്ടാ ഈ ഒരു മേഖലയിലോട്ട് വരാനുള്ള സാഹചര്യം എങ്ങനെയാണ്? എനിക്ക് ഈ വീടുകളിൽ കയറി ഇറങ്ങി ഇലക്ട്രോണിക്സിൻ്റെ കച്ചവടമായിരുന്നു ആദ്യം. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇത് കിട്ടിയായിരുന്നു പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് അത് ചിലവായി. പിന്നെ അതിലോട്ട് കടന്നു. ഇപ്പം എന്നെ എല്ലാവരും വിളിക്കും. യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് വിളിക്കും. അപ്പോൾ വേണ്ടിയവരും തരാനുള്ളവരും വിളിക്കും. അപ്പോൾ ഈ ബൈക്കിൽ അങ്ങ് പോവുക, പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. കടകളിലൊരു ഗ്രാമഫോണ് 7,000-8,000 രൂപ വില വരുന്നുണ്ട്. ചേട്ടൻ ഇത് തയ്യാറാക്കിയിട്ട് നേരിട്ട് ഇങ്ങനെ റോഡ് സൈഡിലും മറ്റൊക്കെ സ്റ്റേ ചെയ്താണ് വിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില കുറച്ചുകൂടി കുറവാണ്. കുറച്ചുകൂടി അല്ല, നല്ല വ്യത്യാസമുണ്ട് ഇവിടെ. ചേട്ടാ ഇനി അടുത്ത് എവിടെയായിരിക്കും ഉണ്ടാവുക? ഇതിപ്പോൾ ഇതല്ലേ തീർന്നു പോലെ. ഇനി ഇത് തപ്പാൻ പോകണം. പാലക്കാട് ഇത് കളക്ട് ചെയ്യണം. പാലക്കാട് പോയിട്ട് കളക്ട് ചെയ്യാം. അവിടെ എങ്ങനെ ഈ ഷോപ്പുകളിൽ നിന്നാണോ? അവർ തന്നെ കോൺടാക്ട് ചെയ്യും. ഇത് കൈവശമുള്ള ആൾക്കാർ കോൺടാക്ട് വിളിക്കും. അപ്പോൾ ചേട്ടാ അത് കളക്ട് ചെയ്തിട്ട് അത് റെഡിയാക്കി റിപ്പയർ ചെയ്ത് നന്നാക്കിയിട്ട് പിന്നെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യണം. ചേട്ടാ പ്രധാനമായിട്ട് ഏതൊക്കെ ജില്ലകളിലായിരിക്കും ഉണ്ടാവുക? പോവുക അങ്ങനെ? എറണാകുളം പോകും, പാലക്കാട്, തൃശ്ശൂർ, പിന്നെ പൊൻകുന്നം, കായരപ്പള്ളി, മുണ്ടക്കയം, അങ്ങനെ മെയിൻ സിറ്റികളിലായിരിക്കും ചേട്ടാ എപ്പോഴും പോകില്ല. കൊല്ലം. ഇനി ഈ തിരുവനന്തപുരം സൈഡ് ഇനി അടുത്ത് എന്നായിരിക്കും വരിക? ഒരു 2 മാസം. 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ തിരിച്ച് ഈ ഭാഗത്ത് വരിക. ഇന്ന് പോകില്ലേ തിരിച്ച്? 5:30 ആകുമ്പോൾ പോകും. 5:30 ആകുമ്പോൾ ചേട്ടൻ തിരിച്ചു പോകും. എല്ലാം പാക്ക് ചെയ്ത് ചേട്ടൻ 5:30 ആകുമ്പോൾ പോകും. ഓക്കെ ഏട്ടാ, താങ്ക് യു. വെൽക്കം. ശരി. അതിനകത്ത് കോമ്പസിൻ്റെ ഒരു കവറാണ്. ഇങ്ങനെ കറക്റ്റ് അല്ലേ? കറക്റ്റ് തിരിയാതെ അങ്ങനെ വെച്ച് വേണം തുറക്കാൻ. കോമ്പസ് എപ്പോഴും ചെരിച്ചു വെക്കും. ഓക്കെ ഓക്കെ, നന്നായിട്ടുണ്ടല്ലേ. അങ്ങനെ തന്നെ അതിനകത്ത് വെക്കും. ക്യൂൻ ഓഫ് ദ യുണൈറ്റഡ് കിങ്ഡം എന്ന് എഴുതിയിട്ടുണ്ട്. അതിനുള്ളിൽ സ്റ്റോറിയാ? ഒരു അത് വലുതൊക്കെ 1500. അത് ഉണ്ടായിരുന്നു.